ഹായ്. സോ ഇത് നമ്മൾ ആക്ച്വലി ഒരു വെബ്സൈറ്റ് ടൂർ ആണ് ചെയ്യുന്നത്. IIM Indoreന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ആക്സസ് ചെയ്യാമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആസ്പിറൻസിനും സ്റ്റുഡൻസിനും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് കരുതുന്നു. നമുക്ക് വെബ്സൈറ്റിലേക്ക് പോകാം. IIM Indore എന്ന് അടിച്ചു കൊടുക്കാം നമുക്ക്. യെസ്, ആൻഡ് ഈ ഫസ്റ്റ് കാണുന്ന IIMIDR.EC.in തന്നെയാണ് നമ്മളെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് തിങ് നമ്മൾ കാണുന്ന ഒരു വലിയ പിക്ചർ ആണ് ആൻഡ് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ലൈക്ക് ലാസ്റ്റ് 1 ഇയറിൽ നടന്ന ഇനാഗ്രേഷൻസ്, വർക്ക്ഷോപ്സ്, പാസ് ഔട്ട് ചെയ്ത ബാച്ച്, അങ്ങനത്തെ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഫോട്ടോസ് ആണ് ഈ ഒരു സൈഡിൽ നമുക്ക് ആ സെക്ഷനിൽ കാണുന്നത്. പിന്നെ നമ്മൾ മുകളിൽ നോക്കിയാൽ ഒരു ബ്ലൂ ഹൊറിസോണ്ടൽ ടാബ് കാണാം. അവിടെ ഒരു ഈസി നാവിഗേഷൻ ടാബ് ആണ്. പിന്നെ നമ്മുടെ ലോഗോ, ദെൻ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 3 മേജർ അക്രഡിഷൻസ് ആണ്. അതിനുശേഷം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ട്, നമ്മുടെ ബ്ലോഗ്സ് ഉണ്ട്. പിന്നെ ഇതാണ് ആക്ച്വലി നമ്മളെ മെയിൻ സെലക്ഷൻ ടാബ്. എല്ലാത്തിലേക്കുമുള്ള പോയിന്റേഴ്സ് ഇവിടെയാണ് ഉള്ളത്. താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് 4 ബ്ലൂ ടാബ്സ് കാണാം. ഇത് അഗെയിൻ ഒരു ഈസി നാവിഗേഷന് വേണ്ടിയിട്ടാണ്. ഇതേ സെയിം സാധനം നമ്മളിപ്പം മുകളിലേക്ക് പോവാണ്. സ്ക്രോൾ ചെയ്ത് മുകളിൽ പോകുമ്പോൾ നമുക്ക് പ്രോഗ്രാംസ് പോയി അക്കാഡമിക് പ്രോഗ്രാംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതൊരു ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗോയിങ് ഡൗൺ 3 യെല്ലോ ടാബ്സ് കാണാം. ഫസ്റ്റ് ടാബിൽ ന്യൂസ് ആൻഡ് ഇവന്റ്സ്. ദാറ്റ് ഈസ് കറന്റ് കോളേജിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ലൈക്ക് വർക്ക്ഷോപ്സ്, റീസെന്റ് ഇനാഗ്രേഷൻ, അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഓറിയോ ആണ് നമുക്ക് ഈ ന്യൂസ് ആൻഡ് ഇവന്റ്സ് നിന്ന് കിട്ടുന്നത്. ലൈക്ക് ഇപ്പൊ ഫസ്റ്റ് MSGSM ബിഗിൻസ് ഓൺലൈൻ, അതൊരു IIM Indoreും IIT Indoreും കൊളാബറേറ്റ് ചെയ്യുന്നൊരു കോഴ്സിന്റെ ആണ്. സോ അങ്ങനത്തെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ന്യൂസ് ആൻഡ് ഇവന്റ്സ് കിട്ടുന്നത്. സെക്കൻഡ് യെല്ലോ ടാബ് അനൗൺസ്മെന്റ്സ് ആണ്. സോ അനൗൺസ്മെന്റ്സ് ആക്ച്വലി IPMAT ആസ്പിറൻസ് ആണെങ്കിലും CAT ആസ്പിറൻസിനാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വന്നിട്ട് ഈ വെബ്സൈറ്റിൽ നോക്കുന്ന പോകേണ്ട ഒരു സ്ഥലമാണ് അനൗൺസ്മെന്റ്സ്. കാരണം ഇവിടെയാണ് നമ്മുടെ ആക്ച്വലി പ്രൊവിഷണൽ അഡ്മിഷൻ സ്റ്റാറ്റസ്, ഷോർട്ട് ലിസ്റ്റ്, പേഴ്സണൽ ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് എല്ലാം ഇവിടെയാണ് വരുന്നത്. സോ നമുക്ക് സ്റ്റുഡൻസിന് ഏറ്റവും ഫസ്റ്റ് വരുന്നത് ആവശ്യമുള്ളത് ഇത് തന്നെയാണ്. നെക്സ്റ്റ് കാണുന്ന റൈറ്റ് സൈഡിൽ ക്വിക്ക് കണക്ട് ആണ്. ക്വിക്ക് കണക്ട് ആക്ച്വലി എന്താണ് ഏറ്റവും കൂടുതൽ ഒരു ഔട്ട്റീച്ച് കൊടുക്കാനുള്ളതും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നതുമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഒരു ഇൻക്ലൂഡ് ചെയ്യുന്നത്. ലൈക്ക് IPM, റൂറൽ എൻഗേജ്മെന്റ് പ്രോഗ്രാം, ഹിമാലയൻ പ്രോഗ്രാം, ഇൻഡസ്ട്രി ഇന്റർഫേസ്, ന്യൂസ് ലെറ്റേഴ്സ്, പിന്നെ നെർഫ് റിപ്പോർട്ട്സ് നമുക്ക് കിട്ടും. നെർഫ് റിപ്പോർട്ട്സിൽ നമുക്ക് ആക്ച്വലി കോളേജിന്റെ റാങ്കിങ്സ് ലൈക്ക് കറന്റ് 6th ആണ് നെർഫിൽ മാനേജ്മെന്റ് സ്റ്റഡീസിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കോളേജിന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്പെൻഡിങ്സ്, ലൈക്ക് ലൈബ്രറിയിൽ എത്ര എക്സ്പെൻസ് പോകുന്നു, കോച്ചിങ്, ട്യൂഷൻ എത്രയാണ്, ലൈക്ക് ഓരോ ടീച്ചേഴ്സിന് എത്രയാണ് സാലറി, എത്രയാണ് അമൗണ്ട്, ടോട്ടൽ ഒരു ബഡ്ജറ്റിന്റെ ഒക്കെ ഓവർവ്യൂ കിട്ടും കോളേജിന്റെ. സോ ആക്ച്വലി നമുക്കൊരു ലൈബ്രറിന്റെ ഒക്കെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അവർ എത്രത്തോളം കുട്ടികൾക്ക് വേണ്ടി എത്രത്തോളം റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേസ്മെന്റ് റിപ്പോർട്ട്സും അതിനകത്ത് തന്നെ ഉണ്ടാവും. നെർഫിന്റെ നമുക്ക് ഈസി ആ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഇൻഡസ്ട്രി കണക്ട് ആണ്. അത് മെയിൻ ആയിട്ട് ഇൻഡസ്ട്രി ടോക്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഇൻഡസ്ട്രി ടോക്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പാർട്ണർഷിപ്പ് ചെയ്യുന്ന കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെ, അതിലേക്കുള്ള രജിസ്ട്രേഷനും അതിൽ നടന്ന അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇൻഡസ്ട്രി കണക്റ്റിൽ കിട്ടാം. നെക്സ്റ്റ് ഒരു ഫോട്ടോ ഗാലറി സെക്ഷൻ ഉണ്ട്. അടുത്തൊരു ഹൈലൈറ്റ്സ് ആണ്. അഗെയിൻ ഈ ഹൈലൈറ്റ്സും നമുക്ക് ആക്ച്വലി റിപ്പീറ്റഡ് ആയുള്ള സംഭവമാണ്. നമുക്ക് മുകളിലത്തെ സെലക്ഷൻ ടാബ് നമുക്ക് പോവാം, വേണ്ട പോലെ എടുക്കാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഒരു ഈസി നാവിഗേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. താഴത്തേക്ക് വരുമ്പോൾ അത് തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് IIM Indore at a glance, സ്റ്റാഫ്, കമ്മിറ്റീസ്, ബയോഡൈവേഴ്സിറ്റി, പിന്നെ അക്കാഡമിക് പ്രോഗ്രാംസ് അഗെയിൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻസ്, ക്വിക്ക് ലിങ്ക്സ് അഗെയിൻ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തിട്ടുണ്ട്, ഫോൺ, ഫാക്സ്, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, ആൻഡ് നമുക്കിവിടെ കാണാം RTI, മെയിൽ, ION ലോഗിൻ. ION ലോഗിൻ TCS നെയാണ്, ടാറ്റ കൺസൾട്ടി സർവീസ്. ആക്ച്വലി നമ്മളെ ഗ്രേഡിംഗ് സിസ്റ്റം, നമ്മളെ ഫീഡ്ബാക്ക് സിസ്റ്റം ഒക്കെ TCSന്റെ ION സർവീസ് ആണ് ചെയ്യുന്നത്. അവരുടെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ലിങ്ക്ഡിൻ, യൂട്യൂബ്, ബ്ലോഗ്, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബ്ലോഗിലേക്ക് നമ്മൾ പോകും. ആൻഡ് ഇവിടെ സ്റ്റുഡൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്.
ട്വിറ്റർ ഹാൻഡിൽസിന്റെ ഒരു ഫീഡും കൊടുത്തിട്ടുണ്ട്. ആൻഡ് വളരെ updated and always like March 16th ആണ് ലാസ്റ്റ് പോസ്റ്റ് ഇട്ടേക്കുന്നത്. ആൻഡ് പെൻഡ് ബൈ ജീവൻ ജോസഫ്. ജീവൻ ചേട്ടൻ ആക്ച്വലി ഒരു ഈസ് മലയാളി, IPM 4 ആണ്, കറന്റ് PJP1 ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഹോമിലേക്ക് പോവാം. ആൻഡ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബ്ലൂ ടാബ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആണ് ഇന്റർനാഷണൽ റിലേഷൻ സെന്റർ. സോ IIM 5 ഇയറിൽ നമുക്ക് കിട്ടുമ്പോൾ ആക്ച്വലി നമുക്ക് 2 പ്രോഗ്രാംസ് ആണ് ഒരു സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമായി വരുന്നത്. ലൈക്ക് IPM 3 ഇയേഴ്സിനുള്ളിൽ 3rd ഇയറിൽ പോകാൻ പറ്റും, അതുപോലെ തന്നെ PGP ടൈമിലും പോകാൻ പറ്റും. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ NRI സ്റ്റുഡൻസിനും പുറമെ എന്നുള്ള വേറെ ഫോറിൻ സ്റ്റുഡൻസിനും ആക്ച്വലി വരാൻ വേണ്ടിയിട്ട് ഈ ഡീറ്റെയിൽ സെക്ഷൻ ഉപകാരപ്പെടും. ഇവിടെ ബ്രൗസറും അവൈലബിൾ ആണ്. നമുക്ക് ബാക്ക് ഹോമിലേക്ക് പോകാൻ നമുക്ക് ഹോം ഇവിടെ ടാബ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലോഗോന്റെ അവിടെ ക്ലിക്ക് ചെയ്താലും ഹോമിലേക്ക് തന്നെ എത്തും. നമുക്കിവിടെ ആക്ച്വലി 3A കാണാം, ഞാൻ മിസ് ഔട്ട് ചെയ്ത്. ആക്ച്വലി ഇതെന്ന് വെച്ചാൽ ഫോൺ സൈസ് ഇൻക്രീസ് ആണ്. ഇപ്പൊ നമ്മളെ പാരന്റ്സോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആരാ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ കാണാൻ വല്ല ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വലിയ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൈസ് ഇൻക്രീസ് ചെയ്യാം വെബ്സൈറ്റിന്റെ. അതുപോലെ തന്നെ ചെറിയ വെച്ചിട്ട് സൈസ് ഡിക്രീസ് ചെയ്യാം, മിഡിലെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഒരു നല്ലൊരു ഇന്റർഫേസ് ആണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ ടാലന്റ് പോർട്ടൽ. ഇവിടെ നമ്മൾ പോയാൽ ആക്ച്വലി നമുക്ക് എന്താണ് പുറമേയുള്ള കോളേജിന്റെ റിമോട്ട് കോഴ്സസ് ഒക്കെയാണ്, അതേപോലെ തന്നെ ഇന്റേൺഷിപ്സ്, അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. പെയ്ഡ് കോഴ്സസ് ഉണ്ടാവും. സോ ബേസിക്കലി ഒരു സെർച്ച് ഔട്ട് ചെയ്യാൻ വേണ്ട ഒരു പേജ് ആണ്. കുറച്ച് ഫിൽട്ടർ ചെയ്തിട്ടുള്ള കുറച്ച് കോഴ്സസും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രി ഇന്റർഫേസ്. ഇൻഡസ്ട്രി ഇന്റർഫേസ് ഓഫീസ്, ഒരു പ്രത്യേക ഒരു ഓഫീസ് തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രത്യേക ക്ലാസ് റൂം തന്നെ ഉണ്ട്, ലൈക്ക് ടോക്സ് നടത്താൻ വേണ്ടി കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ട്. കാരണം നമുക്ക് റെഗുലർ ആയിട്ട് വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സോ അതിനെ കുറിച്ചൊക്കെ നമുക്കറിയണമെങ്കിൽ ഇവിടെയാണ് നമ്മൾ വരേണ്ടത്. നെക്സ്റ്റ് സ്റ്റുഡൻസ് കോർണർ. സ്റ്റുഡൻസ് കോർണർ ലൈക്ക് സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും, സ്റ്റുഡൻസ് അച്ചീവ്മെന്റ്സ്, ലൈഫ് അറ്റ് ഇൻഡോർ, ക്ലബ്സ്, ഇവന്റ്, സ്റ്റുഡന്റ് ബോഡീസ്, അതിനെ കുറിച്ചൊക്കെ വരാനാണ് ഈ കോർണർ. നമുക്ക് നോക്കാം അവിടെ ലൈക്ക് ലെഫ്റ്റ് സൈഡിൽ അഗെയിൻ ഹെഡിങ്സ് ഇവിടെ തന്നെ ഉണ്ടാവും. പോരാത്ത ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ IPM ക്വിക്ക് കണക്ട്, ഇത് ആക്ച്വലി എല്ലാ ടാബിന്റെയും ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ക്വിക്ക് കണക്ട് ലൈക്ക് നമുക്ക് നെക്സ്റ്റ് ലേണിംഗ് സെന്റർ പോകാം. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ക്വിക്ക് കണക്ട് എന്നുള്ള സെക്ഷൻ കാണാൻ പറ്റുന്നതാണ്. നൗ ഇനി ലേണിംഗ് സെന്റർ. ആക്ച്വലി ഇതാണ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു, ഈ വെബ്സൈറ്റിൽ ഏറ്റവും യൂസ് വരുന്ന ഒരു സംഭവം ഇവിടെയാണ്. LC ലേണിംഗ് സെന്ററിനാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ജേർണൽസ് എല്ലാം നമുക്ക് സെർച്ച് ചെയ്യാം ഓപ്പൺ ഏത്തൻസ് ഉപയോഗിച്ചിട്ട്. പിന്നെ ന്യൂ അറൈവൽസ് അറിയാൻ പറ്റും. LC കാറ്റലോഗ് എന്ന സാധനമുണ്ട്. ആക്ച്വലി ദിസ് ഇസ് ഓക്കെ, സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ആക്ച്വലി നമുക്ക് LC ഈ ഒരു വെബ്സൈറ്റ് വളരെ, ഈ ഒരു സ്പെഷ്യൽ ലേണിംഗ് സെന്ററിന്റെ ഈ ഒരു സ്ഥലം ആക്ച്വലി ഏറ്റവും കൂടുതൽ യൂസ് വരുന്നതാണ്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ LC കാറ്റലോഗ് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഇന്റർനെറ്റ് ഫെസിലിറ്റി ആണ്. ദാറ്റ് മീൻസ് ആക്ച്വലി നമ്മൾ ക്യാമ്പസിൽ ഉണ്ടെങ്കിൽ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് വേണം നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ബുക്സ് ഒക്കെ സെർച്ച് ചെയ്യാം, ലൈബ്രറിയിലുള്ള ബുക്സ് സെർച്ച് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് 1 കോപ്പീസ് അവൈലബിൾ. സോ നമുക്ക് പോയി എടുക്കാൻ പറ്റും. ഇതായിരിക്കും ആ ലൈബ്രറിയിൽ ഈ അഡ്രസ് ആയിരിക്കും 658.15 എന്നുള്ള അഡ്രസ് പോയിട്ടാണ് നമുക്ക് കിട്ടും. ഇപ്പൊ ഞാനൊരു ലാസ്റ്റ് എടുത്തൊരു ബുക്ക് ഉണ്ട്, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു ബുക്കാണ്, ഐ വിറ്റ്നസ് ടെസ്റ്റിമണി ആണ്. ഓക്കെ, സോ നമുക്ക് നോക്കാത് അതിന്റെ സ്റ്റാറ്റസ് നമുക്ക് ഇവിടെ തന്നെ അറിയാൻ പറ്റും. നോ അവൈലബിൾ കോപ്പീസ്. അത് ഓൾറെഡി എടുത്തത്, ഞാനിപ്പോ എടുത്തോണ്ട് ഇവിടെ അപ്ഡേറ്റഡ് ആണ്, അവിടെ കോപ്പി ഇല്ലാതെ. ആൻഡ് ആക്ച്വലി ലൈബ്രറിന്റെ ഉള്ളിൽ നമുക്ക് ബുക്ക് റിട്ടേൺ ചെയ്യാനും ഇഷ്യൂ ചെയ്തെടുക്കാനും വളരെ ഈസിയാണ്. നമുക്ക് റിട്ടേൺ റിന്യൂ ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഇവിടെ ഈ സൈറ്റിൽ തന്നെ നമുക്ക് ചെയ്യാനും പറ്റും. ആൻഡ് ദെൻ ഇലക്ട്രോണിക് റിസോഴ്സ്, ഓഫ് കോഴ്സ് 10,000 പ്ലസ് ഈ റിസോഴ്സ് നമുക്ക് ഉണ്ട്. ആൻഡ് going back, next is virtual tour. Okay, virtual tour എന്ന് വെച്ചാൽ ആക്ച്വലി virtual tour ക്യാമ്പസ് അപ്ഡേറ്റഡ് അല്ല, ഇത് കുറച്ച് പഴയതാണ്. ഇതിനെ പറ്റി നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, ലൈക്ക് ക്യാമ്പസിന്റെ ഒരു ചെറിയ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് തിരിച്ചു പോവാം. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് കീ കോണ്ടാക്ട്സ്. മേജർ ആയിട്ടുള്ള ഡയറക്ടർ, അഡ്മിഷൻസ് ഓഫീസ്, PGP, IPM ഓഫീസ്, ഡീൻസ്, റിസർച്ച്, പിന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പിന്നെ ഇവിടെ കാണാം PGP മുംബൈ ഓഫീസ്. ദാറ്റ് ഇസ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് IIM ഇൻഡോറിന്റെ ഒരു ചെറിയൊരു
ഒരു കുറച്ച് 7 ക്ലാസ് റൂംസ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ആക്ച്വലി മുംബൈയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെയാണ്. സോ IIM Indore സെയിം വെബ്സൈറ്റ് തന്നെയാണ്, നമ്മുടെ ലൈബ്രറിയും ആണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ദെൻ വി ഹാവ് ഡയറക്ടറിയിൽ ആക്ച്വലി നമുക്ക് എല്ലാ സ്റ്റാഫിന്റെയും അവർ ഏരിയ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓഫീസാണോ, EPG ഹോസ്റ്റൽ ഓഫീസ്, IPM ഓഫീസ്, FPM ഫെലോഷിപ്പ് പ്രോഗ്രാം, അങ്ങനെ ഏത് ഓഫീസിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഇവിടെ കൊടുത്ത് നമുക്ക് സെർച്ച് എടുത്താൽ അതിനുള്ള ആ ഓഫീസിന്റെ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ ഡീറ്റെയിൽസും കിട്ടും നമുക്ക്. അവരുടെ ഓഫീസ് ഫോൺ നമ്പർ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇസ് അലുംനൈ. ഓക്കെ, അലുംനൈ ആക്ച്വലി നമ്മുടെ അലുംനൈനൊക്കെ നമ്മൾ നല്ലോണം ഫോളോ അപ്പ് ചെയ്യും. ഇതൊരു ന്യൂസ് ആണ്. സോ നമ്മുടെ ഒരു അലുംനൈക്ക് അവാർഡ് കിട്ടിയ കാര്യമാണ് ഇവിടെ പറയുന്നത്. സോ അലുംനൈ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഇവിടെ alumni@imitmedia.ac.in ഉണ്ട്. സോ നമുക്ക് അവിടെയാണ് നമ്മൾ ആക്ച്വലി കോൺടാക്ട് ചെയ്യേണ്ടത്, നമുക്ക് നമ്മുടെ ഫീഡൊക്കെ ഇടണമെങ്കിൽ. ആൻഡ് ദെൻ വി ഹാവ് അലുംനൈ പോർട്ടൽ ഉണ്ട്. ഇത് ഒരു അലുംനൈസ് തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണ്. കാരണം നമുക്ക് സൈറ്റിന്റെ ഒരു ഇന്റർഫേസ് തന്നെ, നമുക്ക് വെബ് പേജിന്റെ ഒരു ഇന്റർഫേസ് തന്നെ മാറിയത് കാണാം. നമുക്ക് ഇവിടെ കൂടുതലും എന്താണ്, വൺസ് യു ഗെറ്റ് ഇൻ അലുംനൈ ഓരോ ഇവന്റ്സ് സംഭവങ്ങളൊക്കെ പുറത്ത് ബാക്കിയുള്ളവർക്കും ചെയ്യാം, അവിടെ വന്ന് നോക്കാം. അതിനെക്കുറിച്ചൊക്കെയുള്ള സംഭവങ്ങളാണ്. നെക്സ്റ്റ് ഗോയിങ് ബാക്ക്, നമുക്ക് കരിയേഴ്സ് ഉണ്ട്. കരിയേഴ്സ് ആസ് സ്റ്റുഡൻസ് നമുക്ക് അധികം യൂസ് വരില്ല. ഇത് IIM Indore ഒരു കരിയർ പർസ്യൂ ചെയ്യാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ലൈക്ക് റിസർച്ച് അസോസിയേറ്റ് പ്രൊജക്ട് അസോസിയേറ്റ്, അവർ റിക്രൂട്ട്മെന്റ്സ്, പിന്നെ പ്രൊഫസേഴ്സ് ഓഫ് പ്രാക്ടീസ്, അങ്ങനെ ഫാക്കൽറ്റി പൊസിഷൻസ് വരുമ്പോഴൊക്കെ ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ദെൻ വി ഹാവ് ദി ടെൻഡേഴ്സ്. ഓരോ ടെൻഡേഴ്സ് ലൈക്ക് വർക്കിന്റെ ടെൻഡർ അതൊക്കെ കൊടുക്കുന്നത് ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ ആൾക്കാർക്ക് കോൺട്രാക്ടേഴ്സിന് ഇവിടെ വന്നിട്ട് ടെൻഡർ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ വി ഹാവ് ഒരു A to Z ഇൻഡെക്സ് എന്ന സംഭവം. ആക്ച്വലി നമുക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യത്തിനെ കുറിച്ച് അറിയണം, വെബ്സൈറ്റിൽ എവിടെയാണ് ഏത് ഹെഡിങ്സിലാണ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് നോക്കാം ആ സംഭവം ഉണ്ടോന്ന്. ഇപ്പൊ നമുക്ക് ഇപ്പം ബയോഡൈവേഴ്സിറ്റി നമ്മൾ നേരത്തെ കണ്ട ഒരു മൂലയിലുള്ളത്, നമുക്ക് ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് അറിയാൻ നമുക്ക് B നോക്കിയാൽ ഓക്കെ ഈ സൈറ്റ് നമ്മളെ ക്യാമ്പസിന്റെ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയും. സോ ഒരു നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ഹിന്ദി ഓപ്ഷൻ ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷ് കംഫർട്ടബിൾ അല്ലാത്തവർക്ക് വെബ്സൈറ്റ് ഹിന്ദിയിലായത് കിട്ടും. ഇംഗ്ലീഷിലേക്ക് തിരിച്ചു പോവാം. ആൻഡ് ദെൻ വി ഹാവ് അബൌട്ട് us, what is just Indore at a glance, ലോഗോനെ കുറിച്ച്, കമ്മിറ്റീസ്, ആനുവൽ റിപ്പോർട്ട്സ് ഇവിടുത്തെ അതെല്ലാം കാണും. ദെൻ പ്രോഗ്രാംസ്, അക്കാഡമിക് പ്രോഗ്രാംസ്, PGP, എക്സിക്യൂട്ടീവ് പ്രോഗ്രാംസ്, EPGP, 5-year IPM, പിന്നെ PGP HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഫെലോഷിപ്പ് പ്രോഗ്രാം, എക്സിക്യൂട്ടീവ് ഫെലോഷിപ്പ് പ്രോഗ്രാം, എക്സിക്യൂട്ടീവ് ഫെലോ പ്രോഗ്രാം, മാനേജ്മെന്റ് ആൻഡ് ഗവർണൻസ്, പിന്നെ നമ്മൾ മുംബൈയിലുള്ള പുതിയ കോഴ്സ് വർക്കിംഗ് എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയുള്ളത്, അങ്ങനത്തൊക്കെയാണ്. ദെൻ ഫാക്കൽറ്റി. സോ ഇവിടെ നമുക്ക് ഫാക്കൽറ്റി ഡീറ്റെയിൽസ് കിട്ടും. അവരെ ഫുൾ ടൈം ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമുക്ക് അവിടെ ഏരിയ കൊടുക്കാം. നമുക്ക് ലൈക്ക് ഇപ്പം ഹ്യൂമാനിറ്റീസ് കൊടുത്തെങ്കിൽ സെർച്ച് ചെയ്താൽ നമുക്ക് അവരുടെ ഇമെയിൽ ID-യും, ഇതൊരു ഓവർവ്യൂ കൊടുത്താണ്, ഇമെയിൽ ID-യും പിന്നെ ഓഫീസ് ഫോൺ നമ്പറും നമുക്ക് കിട്ടുന്നതാണ്. സോ നമ്മളെ പ്രൊഫസേഴ്സിനൊക്കെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ബാക്ക് ഫാക്കൽറ്റി പോവാൻ, വിസിറ്റിംഗ് ഫാക്കൽറ്റീസ്, നമ്മളെ കോളേജ് കുറെ വിസിറ്റിംഗ് ഫാക്കൽറ്റീസ് ഉണ്ടാവും. സോ അവരെ കുറിച്ച് കിട്ടണമെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ലിസ്റ്റഡ് ആണ്. ദെൻ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. നമ്മളെ റിസർച്ച് എങ്ങനെ ഓരോ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ നിന്ന് പറ്റും. ഇപ്പം വർക്കിംഗ് പേപ്പേഴ്സ് ലെഫ്റ്റ് നോക്കിയാൽ നമുക്ക് ഓരോ ഹെഡിങ്സ് കാണാൻ പറ്റും. സോ അവിടെ നമുക്ക് റീസെന്റ് ആയ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്ത പേപ്പേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ ഹാർഡ് കോപ്പീസ് നമുക്ക് ആക്ച്വലി ലൈബ്രറിയിൽ നിന്ന് കിട്ടും. ഫാക്കൽറ്റി പബ്ലിക്കേഷൻസ്, പബ്ലിഷ്ഡ് ആയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. മാനേജ്മെന്റ് ജേർണൽ, എല്ലാം റിസർച്ച് അസോസിയേറ്റ് എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ വന്നിട്ട് നമുക്ക് മോർ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റിലെ ടാബിൽ വെച്ചിട്ട് ഓരോ സെക്ഷനിലേക്ക് പോകണം. കാരണം ഇവിടെ സീഡ് മണി പ്രൊജക്ട്സ്, റിസർച്ച് സ്കിൽ ഡെവലപ്മെന്റ്, യങ് ഫാക്കൽറ്റി റിസർച്ചർ, അങ്ങനെ ഇതൊരു ഓവർവ്യൂ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആക്ച്വൽ സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലെ ടാബ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ,
വേരിയസ് കോഴ്സ് ഓഫർ ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദെൻ നമ്മളെ ഫെസിലിറ്റീസിന്റെ ഓക്കെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് മെയിൻലി അക്കാഡമിക് എത്ര ക്ലാസ് റൂംസ് ഉണ്ട്, എത്ര ലാബ്സ് ഉണ്ട്, ക്യാബിൻസ് എത്ര ഉണ്ട്, സ്പോർട്സ് സ്റ്റേഡിയംസ്, ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട്സ്, ടേബിൾ ടെന്നീസ് കോർട്സ്, ലോൺ ടെന്നീസ് എത്ര, പിന്നെ സോണാബാത്ത്, വോളിബോൾ കോർട്സ്, ക്രിക്കറ്റ് സ്റ്റേഡിയം, ജിംനേഷ്യംസ്. പിന്നെ ഇത് ബേസിക്കലി ഹോസ്റ്റൽസ് ആണ്, നമ്പർ ഓഫ് ഹോസ്റ്റൽസ് ആണ് എത്ര. ഇപ്പോൾ മാരീഡ് സ്റ്റുഡൻസ് ഹോസ്റ്റൽ വേറെ ഉണ്ട്, സ്റ്റുഡൻസ് എക്സിക്യൂട്ടീവ് റെസിഡൻസ് വേറെ തന്നെ ഉണ്ട്, പിന്നെ നമ്പർ ഓഫ് മെസ് ബ്ലോക്സ്, കോമൺ റൂംസ്, പിന്നെ 18 സ്റ്റുഡൻറ് റെസിഡൻസ് ഉണ്ട്. ദെൻ ഹോസ്റ്റൽ ബ്ലോക്ക് ഫെസിലിറ്റീസ്, ഹോസ്റ്റലിലേക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കോർണർ ഉണ്ട്. ബാങ്കും ആക്ച്വലി ഉള്ളിൽ തന്നെ ഉണ്ട്. SBIന്റെ ഒരു ബ്രാഞ്ച്, ക്യാമ്പസ് ബ്രാഞ്ച് ഉണ്ട്. നമുക്ക് ഒരു പോസ്റ്റ് ഓഫീസ് വരുന്നത് നമ്മളെ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെയാണ്. പിന്നെ ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആക്ച്വലി നമുക്ക് ഇവിടെ ലഗേജ് ഒക്കെ ക്യാരി ചെയ്യാൻ നമുക്ക് ഇവരെ വിളിക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ നമ്മൾ വരും. പിന്നെ പുറമേക്ക് പോകാൻ ആംബുലൻസ്, ഹോസ്പിറ്റലില് ഒക്കെ. ദെൻ IT ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഇവിടെ, ലേണിംഗ് സെന്റർ ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ദെൻ വി ഹാവ് LC നമ്മൾ നേരത്തെ പോയതാണ്. സെയിം ആസ് യു ക്യാൻ സി, സെയിം ആണ്. ദെൻ റൈറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡിയോ, ഓരോ അറിവ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ്. റൈറ്റിംഗ് നമുക്ക് എന്താണ് കുറച്ച് എലക്ടീവ് കോഴ്സസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ ഒക്കെ അങ്ങനത്തതാണ്. ദെൻ വി ഹാവ് പ്ലേസ്മെന്റ് ഇൻഫർമേഷൻസ്. ഫൈനൽ പ്ലേസ്മെന്റ് റിപ്പോർട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളെ സൈഡിൽ നോക്കിയാൽ പ്ലേസ്മെന്റ് കലണ്ടർ കാണാം. ആക്ച്വലി ഏതൊക്കെ വിൻഡോ ആണ്, സ്പെസിഫിക് വിൻഡോ ഉണ്ട്, ചില വീക്സ് ആണ് പ്ലേസ്മെന്റ് വരാം ഒരു ഇയറിന്റെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ദെൻ ഫൈനൽ പ്ലേസ്മെന്റ് അത് റിപ്പോർട്ട്സ് നമുക്ക് കിട്ടും. സമ്മർ പ്ലേസ്മെന്റ് ലൈക്ക് PGP1ന്റെ അവർ PGP1 കോഴ്സ് ചെയ്യുന്നത് ലാസ്റ്റ് അവർക്ക് ഒരു സമ്മർ പ്ലേസ്മെന്റ് ഉണ്ടാവും, അതിന്റെ റിപ്പോർട്ട്സ് ഉണ്ടാവും. പിന്നെ പാസ്റ്റ് റിക്രൂട്ടേഴ്സിനെ കുറിച്ചുള്ള ലൈക്ക് ഓരോ ഇയറും പുതിയ ആൾക്കാർ വരും, പുതിയ കമ്പനീസ് വരുമ്പോൾ പുതിയ പോസ്റ്റും അവർ വർക്ക് ഓപ്പൺ അപ്പ് ചെയ്യും. സോ അതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ആക്ച്വലി. സോ അതോടെ നമ്മുടെ ഈ ഒരു ടാബ് നമ്മൾ ആക്ച്വലി കഴിഞ്ഞ നമ്മൾ സെലക്ഷൻ ടാബിലൂടെ നമ്മൾ പോയി എല്ലാം നോക്കി. സോ ഇതാണ് ബേസിക്കലി IIM Indoreന്റെ വെബ്സൈറ്റ്. ഹോപ്പ്ഫുള്ളി ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.